ഐക്യവും നാടിൻ്റെ സമാധാനവും നാടിൻ്റെ സൗഹാർദ്ദവുമൊക്കെ നിലനിർത്തുന്നതിൽ, സമുദായ ഐക്യവും നിലനിർത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച്, ത്യാഗപൂർണമായ പങ്ക് വഹിച്ച് 100 വർഷം തികക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പാതയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ പുരോഗതിയുടെയും നിലനിൽപ്പിൻ്റെയും പാത എന്ന് സമസ്ത ഓരോ ഘട്ടങ്ങളിലും സ്വീകരിച്ച സമീപനങ്ങളാണ്. സാമുദായികമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്നിടത്ത് വളരെ സുചിന്തിതമായി സമസ്ത എടുത്ത നിലപാടുകളും തീരുമാനങ്ങളുമാണ് വലിയ ഒരപകടത്തിലേക്ക് ഒരു ജനത ചെന്നുപെടാത്ത വിധം കേരളത്തിലെ ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. തീർച്ചയായും ഈ 100ാം വാർഷിക സമ്മേളനം നടക്കുമ്പോൾ അതൊരു വലിയ സമ്മേളനമായി. ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി ഇന്നലെ മണ്ണാർക്കാടും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലുമൊക്കെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള യാത്ര വരുമ്പോൾ തന്നെ അത് തന്നെ ഒരു സംസ്ഥാന സമ്മേളനം പോലെ ഒരു ജനസാഗരം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം ഏറ്റവും ശ്രദ്ധേയമായ, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മതസംഘടന, ഒരു ആത്മീയ സംഘടന എന്ന അർത്ഥത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സമ്മേളനമായി നടക്കാൻ പോവുകയാണ്. വരാനിരിക്കുന്ന കാലത്തേക്ക് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ തലമുറയിലെ വളർന്നു വരുന്ന നമ്മുടെ തലമുറക്കും കേരളത്തിലെ മദ്രസ പ്രസ്ഥാനങ്ങളൊക്കെ ഈ കമ്മ്യൂണിറ്റിയെ രൂപപ്പെടുത്തുന്നതിൽ വരുത്തിയിട്ടുള്ള വലിയ വിപ്ലവകരമായ മാറ്റമുണ്ട്. അത് ഇല്ലാത്ത സംസ്ഥാനങ്ങളിലേക്കും ഇല്ലാത്ത പ്രദേശങ്ങളിലേക്കും പോകുമ്പോഴാണ് കേരളത്തിലെ മദ്രസ പ്രസ്ഥാനവും കേരളത്തിലെ സമസ്തയുടെ പണ്ഡിതന്മാരും കേരളത്തിലെ ഉലമ ഉമറ ബന്ധവുമൊക്കെ ഒരു കേരളം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു സംസ്ഥാനത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ള വലിയ വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുക. മദ്രസ എന്താന്ന് പോയിട്ട് ഫാത്തിഹ എങ്ങനെയാണെന്ന് ചോദിക്കുന്ന കുട്ടികളുള്ള അന്യ സംസ്ഥാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഫാത്തിഹ എന്ന് പറയുന്നത് ഖുർആനിലെ ഒരു ആദ്യത്തെ ഒരു സൂക്തമാണ് എന്ന് പോലും അറിയാത്ത, ഒരു അധ്യായമാണ് എന്ന് പോലും അറിയാത്ത, അതെങ്ങനെയാണ് എന്ന് ചോദിക്കുന്ന കുട്ടികളുള്ള ഒരു പ്രദേശത്തെ നമ്മൾ കേരളത്തിലെ ഒരു സാധാരണ മുസ്ലിമിന് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ്. അപ്പോൾ ആ ഒരു വലിയ മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു ബന്ധമാണ്. നമ്മൾ തകരാതെ സൂക്ഷിച്ചു പോന്നിട്ടുള്ള നാടിൻ്റെ സൗഹാർദ്ദമാണ്. നാട്ടിലെ മതസാഹോദര്യത്തിൻ്റെ കാര്യത്തിലായാലും സമുദായ ഐക്യത്തിൻ്റെ കാര്യത്തിലായാലും ത്യാഗപൂർണമായ സമീപനം സമസ്ത സ്വീകരിച്ചതുകൊണ്ടാണ് ഈ സമൂഹത്തെ ഇത്ര വലിയ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ സമസ്തയുടെ സമ്മേളനം, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമ്മേളനം, ആ സമ്മേളനത്തിൽ വലിയ വിജയമാക്കുന്നതിൽ നമുക്കും വലിയ പങ്ക് നിർവഹിക്കാൻ വേണ്ടി സാധിക്കും. ഈ സമ്മേളനത്തിന് നിങ്ങളിവിടെ സംഘടിപ്പിച്ച ഈ പ്രോഗ്രാമിന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട്, എല്ലാ ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.